എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് ചെങ്ങോട്ട് ദേശീയപാതയുടെ ഏറ്റവും മഴക്കാലത്തെ പുതിയ കാഴ്ചകൾ. കഴിഞ്ഞ ദിവസം നമ്മൾ ചെറിയൊരു ലൈവ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ മുൻകരുതലില്ലാതെ ചെയ്തതാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഒന്നാമത് ചെറിയൊരു ക്യാമറ സ്റ്റാൻഡ് എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ അതിനകത്ത് ക്യാമറ പൊസിഷനിലൊക്കെ ശരിയും മാറ്റമൊക്കെ പൊസിഷൻ കറക്റ്റ് അല്ലാത്ത ഇടയ്ക്കൊക്കെ കെട്ടാവുന്ന ഒരു വിഷയമുണ്ടായിരുന്നു. ഇടയ്ക്കല്ല പലപ്പോഴും. അപ്പോൾ അതിൽ നിന്നും ഒരു തിരുത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ഷമിക്കാമെന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ നമ്മൾ ചെങ്ങോട്ടുകാവിലുള്ള പഴയ ദേശീയപാതയാണ്. പഴയ അപ്പോൾ ആ പഴയ ദേശീയപാത ഇങ്ങനെയും പുതിയ ദേശീയപാത റൈറ്റിലൂടെയും കടന്നു വന്നിട്ട്, അപ്പോൾ ഈ ടേണിങ് കംപ്ലീറ്റ് നിവർത്തിയിട്ടാണ് നമ്മളെ പുതിയ ദേശീയപാത കടന്നു വന്നത്. അപ്പോൾ അതിൻ്റെ പണികൾ ഇപ്പോഴും പുരോഗമിക്കാതെ ഇങ്ങനെ ഒച്ച നീങ്ങുന്നത് പോലെ എന്നിപ്പോൾ മാറ്റിയിട്ട് നമ്മളിപ്പം വാഗാട് നീങ്ങുന്നത് പോലെ എന്ന് പറയേണ്ടി വരും. ഒച്ചിൻ്റെ പര്യായമായി വാഗാട് എന്ന് പറയുന്ന കമ്പനി, അല്ലെ അദാനി എന്ന് പറയുന്ന കമ്പനി നമ്മളെ വെങ്ങള റീച്ചിൽ മാറിയിരിക്കുന്നു. ഇതാണ് നമ്മുടെ ചെങ്ങോട്ടുകാവിലെ റോഡിൻ്റെ അതിമനോഹരമായ കാഴ്ച. ഇവിടെ നിന്നും ചോറ് വിളമ്പി കഴിക്കാവുന്നതാണ്. ഡ്രൈവിംഗ് ടെസ്റ്റിനാവശ്യമായ ടെസ്റ്റുകൾ നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നതിന് മുന്നേ ഇവിടുന്ന് പാസ്സാവും. പിന്നെ ഒരു ബാഗും തോളിലിട്ട് നമ്മൾ ബൈക്കിൽ വടകരയിൽ നിന്ന് വെങ്ങളത്തേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ തിരിച്ച് വീട്ടിലെത്തിയാൽ ബാഗ് അനക്കാതെ നമുക്ക് വീട്ടിൽ കയറാൻ പറ്റില്ല. അത്രയും പൊടിയും ചളിയൊക്കെ തെറിച്ചിട്ടുണ്ടാവും. ഷൂവൊക്കെ പിന്നെ നമ്മൾ ഷൂ ഇട്ട് പോവുകയാണെങ്കിൽ 8 ദിവസം ഷൂ ഇടാൻ പറ്റുള്ളൂ. ഡെയിലി ഷൂ അലക്കേണ്ടി വരും, കഴുകേണ്ടി വരും. അങ്ങനെ കണ്ട കുറേ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. സത്യം പറയുകയാണെങ്കിൽ വടകരയിൽ നിന്ന് ഇപ്പോൾ കോഴിക്കോടേക്ക് പോവുകയാണെങ്കിൽ വടകര ഇപ്പോൾ വെങ്ങളം വരെ എങ്ങനെയൊക്കെ പോവുക, എങ്ങനെ എത്തിപ്പെടുക എന്ന് ബൈക്കുകാർക്കും കാറുകാർക്കും ഒക്കെ ബസ്സുകാർ ഉൾപ്പെടെ അത് ഭയങ്കര ചടങ്ങായിട്ട് സത്യം പറയുകയാണെങ്കിൽ സമ്മതിക്കണം കേട്ടോ. ഇത് നമ്മൾ ഒരു തവണ വടകരയിൽ നിന്ന് അല്ലെ നമ്മൾ കോഴിക്കോട് ഭാഗത്തേക്ക് ഒരു തവണ യാത്ര ചെയ്യുമ്പോൾ, ഡെയിലി ഒരു തവണ യാത്ര ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര മുഷിപ്പായി പോകുന്നുണ്ട് നമുക്ക്. അതേ അവസരത്തിൽ ഈ ലൈൻ റൂട്ട് ബസ്സുകളുണ്ട്. ഡെയിലി എത്ര തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കണം. കൊണ്ടിലൂടെ ഓമാരെ ക്ഷമ വെറുതെ അല്ല നശിക്കാൻ കാരണം, ഓവർ സ്പീഡിൽ ഇതൊക്കെ പോകാൻ കാരണം. അല്ലെങ്കിലും വലിയ കുറവൊന്നുമില്ല. എന്നാലും ആ കുണ്ടിലൂടെ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചറവറ ഓടാനുള്ള ആ ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ. അവരെ ജോലിയല്ലായിരുന്നെങ്കിൽ സത്യം പറഞ്ഞ ഇട്ടേച്ച് പോവുകയായിരുന്നു. നിങ്ങൾക്ക് ശേഷം സൈഡാക്കി നിർത്തിക്കൂടെ? ചെങ്ങായി വെറുതെ ബ്ലോക്ക് ഉണ്ടാക്കാൻ വേണ്ട കാണാര. ഇത് ബസ്സുകാർ മെയിൻ കുഴപ്പമായത്, ബസ് വണ്ടി നിർത്തുമ്പോൾ ആകെ അത്ര സ്ഥലം സർവീസ് റോഡിലുള്ളൂ. എന്നാൽ ഒന്ന് കയറ്റി നിർത്തും, അത് നിർത്തൂല. ഇവിടെ ഒന്നും ബൈക്ക് ഒരു കാരണവശാലും നമ്മളെ സ്ലാബിൻ്റെ നമ്മൾ കയറാൻ പാടില്ല, ഉരുണ്ട് പോകും. അത് പോയി രണ്ടാമത് സർവീസ് റോഡ് കാണും, സ്ലാബ് പൊന്തിയിട്ടാണ് കിടക്കുന്നത്. ഇപ്പോൾ റോഡൊന്ന് താഴ്ന്ന് ഒന്ന് അമർന്നിട്ടുണ്ട്. മൂരിക്ക് കര വെച്ചാണ് പണ്ട് നമ്മൾ മൂരിയെ കൊണ്ട് പറമ്പ് കിടക്കുകയായിരുന്നു, അതുപോലെ ആയിട്ടുണ്ട്. അപ്പം അത്തരത്തിൽ മൂരിയൊന്നുമില്ല ഇപ്പം. മൂരിയും ഹിറ്റാച്ചിയെ മൂരിയാക്കി, ഹിറ്റാച്ചി JCB ഉണ്ട് ഇപ്പോഴത്തെ മൂരി. ക്യാമറ ഇടയ്ക്കിടയ്ക്ക് നാണം കൊണ്ട് തലകുടിക്കുന്നു. നമ്മുടെ റോഡിലെ കൊണ്ട് കാരണം വാഗാടിനോ നാണമില്ല.
നാണാവട്ടെ. നാണവും മാനവും ഉണ്ടോ വാഴാടെ വീട്ടിൽ നാണവും മാനവും ഉണ്ടോ? നാണവും മാനവും ഉണ്ടോ? ചേമഞ്ചേരി ഭാഗത്തേക്ക് ബൈക്കാരൊക്കെ ഒരു സത്യം പറയാലോ ഒരു 6 മാസം ഞങ്ങൾ ലൈൻ റൂട്ടിൽ പിന്നെ ഡെലിവറിക്കൊക്കെ പോകുന്ന അതേപോലെ ഫീൽഡ് വർക്കിലൊക്കെ പോകുന്ന ബൈക്കാരൊക്കെ ഉണ്ടല്ലോ ഒരു 6 മാസം 1 കൊല്ലം ഈ റോഡിലൂടെ മഴ ഉൾപ്പെടെയുള്ള സമയത്ത് യാത്ര ചെയ്താൽ ആസ്മ വന്ന് മരിച്ചു. നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ എത്രയാ നമ്മൾ പാറപ്പിടിക്കുന്നതെന്നറിയാം. പലപ്പോഴും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കേണ്ടി വരാറുണ്ട്. കാരണം പൊടി നിന്ന് കർക്കിടക മാസത്തിലെ പൊടിയൊക്കെ കഴിക്കുന്നത് പോലെ കഴിക്കാം. എന്താ ഹത്യ വായിൽ പൂയി അടിക്കുന്നു. വായോ നഷ്ടം ഇങ്ങനെ ഓരോരുക്കാണ് ഇങ്ങനെ പൊടി അടിച്ച് പിടിച്ചിട്ട് നമ്മുടെ അങ്ങനെ സംസാരിക്കേണ്ടത്. വണ്ടി അടിച്ച് പിടിച്ചിട്ട് നമ്മളിപ്പോൾ ഉള്ളത് അങ്ങനെ സംസാരിക്കുന്നത്. റോഡിലെ കുണ്ട് കാരണമാണ് നമ്മൾ കെട്ടിലോട്ട് കട്ട് ചെയ്യേണ്ട കേട്ടോ. പൂക്കാണ് വണ്ടി കടിച്ചു പിടിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ വായിൽ പോയിയാവും. പൂക്കാട് ഉച്ചറിയുന്ന സംസാരിക്കുമ്പോൾ സംസാരിക്കണം. അപ്പോൾ പൂക്കാട് എന്തോ നാടയിൽ എത്ര കാലം ആർക്കോ വേണ്ടി പണിയെടുക്കുന്ന വാഗാട്. ഈ വാഗാടിന് പൈസ കിട്ടുന്നതല്ലേ കിട്ടുന്നത് മഞ്ചാടിക്കുരി വേണ്ട, വലിയ ഓട്ടും കഷ്ടമാണ്. വലിയ പൈസ കിട്ടുന്നില്ലേ, ഫ്രീ ഓഫ് കോസ്റ്റിൽ ഒരു സേവന പ്രവർത്തനമായിട്ടാണ് ദേശീയപാതയുടെ വർക്കെടുക്കുന്ന. പൊടി തിന്നാനാവില്ല, ആവിൽ തന്നെ വെറുതെ പൊടി തിന്നാൻ നടപടിയാവില്ല. ഇതൊക്കെ ചോറൊക്കെ തിന്നണമെന്നുണ്ട്. കളിക്കല്ല നാട്ടങ്ങ ക്യാമറ സൂപ്പറൊക്കെ വന്നിട്ടിരിക്കണം. എന്താ മോനെ മഴ ഒന്ന് നീങ്ങിയാൽ മാറി നിന്നാൽ പിന്നെ പൊടിയ കണ്ണിൽ വാഗാട് കണ്ണിൽ കരടായി മാറിയിട്ടുണ്ട്. ഇവിടെ കാറ് വരിയുടെ കാറും കഴിഞ്ഞാണ് സർവീസ് റോഡ് ഇങ്ങനെ പലയിടത്തും വർക്ക് കഴിയാതെ അണ്ണാക്കിലോട്ട് അടിച്ചു വരുന്നത്. ഇവിടെ ഭയങ്കരമായ ഒരു ടേണിങ്, ഭയങ്കരമായ ടേണിങ്. പൂക്കാട് കഴിഞ്ഞാൽ റോഡിന് വീതിയുള്ളതൊന്ന് ടേണിങ് അത്ര പൊട്ട് നമുക്ക് മനസ്സിലാകാതെ. അടുത്ത നമ്മളെ തിരുവങ്ങൂർ ജംഗ്ഷന് അവിടെയും ഒരു കുഴപ്പമില്ലാത്ത ട്രെയിനിങ്ങാണ്. തിരുവങ്ങൂർ ജംഗ്ഷൻ്റെ ഭാഗത്തുള്ള ഇപ്പോൾ ടാറിങ് നമ്മൾ ഈ ഒരു അപ്രോച്ച് റോഡിൻ്റെ ടാറിങ്ങൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചായി. പിന്നെ അതിൻ്റെ മുകളിലായി അണ്ടർ പാസേജിൻ്റെ മുകളിലൂടെ ടാറിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്രോച്ച് റോഡിലൂടെ 6 വരിയിലൂടെ വാഹനങ്ങളെ കടത്തിവിടാൻ അങ്ങനെ നരകിപ്പിക്കാതെ ഞങ്ങൾ റോഡുണ്ടാക്കി കൊടുക്കൂല എന്ന് വാഗാട് ശപഥം ചെയ്തിട്ടാണ് ഈ കോൺട്രാക്റ്റ് ഏറ്റെടുക്കേണ്ടത്. ദീപാടോ എന്തെങ്കിലുമൊക്കെ
ചെയ്ത് പണ്ടാരടക്കേണ്ട സമയം എപ്പോൾ കഴിഞ്ഞു. പണ്ടാരക്കാലം തന്നെ ഫ്ലാഗൊക്കെ പൊട്ടി നിരന്ന് നാശകോശമായി കിടക്കുക. ഇപ്പോൾ 3 സ്ലാബ് ഒരു 100 മീറ്റർ ആയില്ലേ. ഇവിടെ കണ്ട ഞങ്ങൾ 3ാമത്തെ സ്ലാബാണ്. മറ്റു 2 നമ്മൾ കാണിക്കാൻ വിട്ടുപോയതാ. ഒരു 100 മീറ്ററിനിടയിൽ ഇതേപോലെ സ്ലാബ് താണു പോയിരിക്കുന്നത് 3ാമത്തെ. ജസ്റ്റ് ഇങ്ങനെ കമ്പീൻ്റെ മുകളിൽ കോഷൻ വന്ന് 2 സ്റ്റിക്കർ ഒട്ടിച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. രാത്രിയിൽ കോഷൻ സ്റ്റിക്കർ കാണിക്കാൻ ആരെങ്കിലുമൊക്കെ ടോർച്ച് അടിച്ച് വരും. ബഗാഡിൻ്റെ സ്റ്റാഫ് നോക്കുക. ചെന്നായി ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അത് സർവീസ് റോഡ് ഇല്ല, ബസ് സ്റ്റോപ്പ്. ഓരോ ബസ് സ്റ്റോപ്പിൻ്റെ ഭാഗത്ത് ഇങ്ങനെ കുറച്ച് വീതി കൊടുക്കണ്ടായിരുന്നു. കാരണം സത്യത്തിൽ സർവീസ് റോഡിൽ ബസ് നിർത്തി അല്ലെങ്കിൽ ഇപ്പോൾ ഇത്രയും വണ്ടി ബ്ലോക്കാൻ കാരണം എന്താ അറിയുമോ? ഈ സർവീസ് റോഡിൽ ഈ ലിമിറ്റഡ് ബസ് സ്റ്റോപ്പിൽ നിർത്തിയത് കൊണ്ടാണ്. എന്നാലോചിച്ച് പണി കഴിഞ്ഞാൽ നെഗറ്റീവ് പറയില്ല കേട്ടോ. ഫുള്ള് വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് തന്നെ ആയിരിക്കില്ല അവസ്ഥ. ഒരു ബസ് സ്റ്റോപ്പിൽ നിർത്തുമ്പോൾ ബാക്കിയുള്ള വാഹനങ്ങളൊക്കെ പിറകിൽ ഇങ്ങനെ കൊടിയും പിടിച്ച് പോകുന്നത് പോലെ ജാഥയും പിടിച്ച് പോകുന്ന പോലെ പോകണം. അതേ സ്ഥാനത്ത് ആ ബസ് സ്റ്റോപ്പ് മാത്രം കുറച്ച് സർവീസ് റോഡിൽ നിന്ന് കയറ്റിയിട്ട് ആ ഒരു സംവിധാനമാക്കിയിട്ടുണ്ടെങ്കിൽ എന്ത് സുഖമുണ്ട്. വികസനം എന്ന് പറയുമ്പോൾ അതൊരു പ്രാക്ടിക്കലായിട്ടുള്ള വികസനമാണ്. വെറുതെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് നശിച്ച കേരളം വിട്ട് ഇല്ല, നശിച്ച കോഴിക്കോട് വിട്ട് നമ്മൾ വെങ്ങളം റീച്ച് കഴിഞ്ഞ് KMC റീച്ചിലേക്ക് നമ്മൾ പോകാം. നശിച്ച് കേരളം വിട്ട് കാലിക്കറ്റിലേക്ക് പോകാമെന്ന് പറഞ്ഞവരെ നശിച്ച് വെങ്ങളം റീച്ച് വിട്ട് ഞാൻ KNRC റീച്ചിലേക്ക് പോവാം. പാരം പോലെ ഒരു വിശാലമായി കിടക്കുന്ന ദേശീയപാതയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. കണ്ണിൽ പൊടിയില്ല, കണ്ണിപ്പൊടി ഇടാൻ വേണ്ടിയിട്ടെന്നാണെങ്കിൽ വാഗാട് ശരിക്കും കണ്ണിപ്പൊടി ഇടുന്ന പരിപാടി കണ്ടുപിടിച്ചത് വാഗാടാണ്. നാഷണൽ ഹൈവേ आपका स्वागत है. നമ്മളെ വെങ്ങളം റീച്ച് നരകിക്കുന്ന റീച്ച് കഴിഞ്ഞ് നമ്മൾ സ്വർഗത്തിലോട്ട് പോകാം. അതിനെ അപേക്ഷിച്ച് സ്വർഗം തന്നെ. എൻട്രി 1 കിലോമീറ്റർ, അതായത് വെങ്ങളം അവിടെ നിന്ന് തുടങ്ങുന്നതാണ്. 1 കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മളെ ദേശീയപാതയിലേക്ക് സർവീസ് റോഡിൽ നിന്നും എൻട്രി ഉണ്ട് എന്ന് കൃത്യമായ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഒരു ബോർഡ് നമുക്കിവിടെ കാണാൻ പറ്റും, 500 മീറ്റർ എൻട്രി. എന്നാലും അതിലൂടെ എക്സിറ്റ് ആവുന്ന ഒരുപാട് മരക്കഴുകളുണ്ട്. അങ്ങനെ തന്നെ പറയാം. അതിനകത്ത് ഊളംപാറയിലേക്കുണ്ട്. ഇവിടെ കണ്ട അതിന് എൻട്രി ഓൺലി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ബോർഡ്.
അടുത്ത് നമ്മളെ കോരപ്പുഴ പാലമാണ്. കോരപ്പുഴ പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള മനോഹരമായ കാഴ്ച. Goslar NX666 റോഡ് വർക്ക് അണ്ടർ പ്രോഗ്രസ്. ഇപ്പം നമ്മളെ പഴയ കോരപ്പുഴ പാലമുണ്ടല്ലോ, അത് അടച്ചു കേട്ടോ. പഴയ കോരപ്പുഴ പാലം അടച്ചു മക്കളെ. പുതിയ കോരപ്പുഴ പാലത്തിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പഴയ കോരപ്പുഴ പാലത്തിൻ്റെ മുകളിൽ നിന്നും ചെറിയ കാഴ്ചകൾ നിങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചു തരാം. പുതിയ കോരപ്പുഴ പാലം 3 വരി ടാറിങ് പൂർത്തിയായി. ആ 3 വരിയും തുറന്നു കൊടുത്ത AMC. ഇവിടെ ഞങ്ങളുടെ റോഡ് ഡൈവേർട്ടാണ് കേട്ടോ. ഇവിടെ കണ്ട ഞങ്ങൾ നമുക്ക് 1 കിലോമീറ്റർ അല്ല 1/2 കിലോമീറ്റർ മുന്നേ റോഡ് ഡൈവേർട്ടാകുന്ന ആ ഒരു സിഗ്നൽ ലൈറ്റ്, ചുവന്ന ലൈറ്റ് ബ്ലിം ബ്ലും 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വാണിംഗ് ലൈറ്റ് കാണിക്കുന്നുണ്ട്. അങ്ങനെ കാണിക്കണം, എന്നാലും നമുക്ക് ഒരു മുന്നറിയിപ്പ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ കണ്ട ചെറിയൊരു കാഴ്ച ഇവിടെ നോക്കിയെടുക്കാം. പഴയ കോരപ്പുഴ പാലത്തിൻ്റെ ഭാഗത്താണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ റോഡ് ക്ലോസ് ചെയ്ത് കമ്പിയൊക്കെ വെച്ചിങ്ങനെ എന്താ സംഭവം. ഇത് നമ്മൾ പഴയ പാലത്തിൻ്റെ ഭാഗം കട്ട് ചെയ്തിട്ട് റോഡ് ക്ലോസ് ചെയ്തിരിക്കും എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ചതാണ്. പഴയ കോരപ്പുഴ പാലം അതിന് മൊത്തം ക്ലോസ് ചെയ്ത് കമ്പിയൊക്കെ വെച്ച് ക്ലോസ് ചെയ്ത്. ഇനിയിപ്പോൾ ഈ പാലത്തിൻ്റെ വർക്കാണ് നടക്കുന്നത്. ഇപ്പോൾ 3 വരി തുറന്നു കൊടുത്ത് അടുത്ത 3 വരിയുടെ വർക്ക് നടത്താൻ വേണ്ടിയിട്ടാണ് ഇത് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓൾറെഡി വൺ സൈഡിൽ പൈലിങ്ങൊക്കെ അടിച്ച് പില്ലറൊക്കെ പൊന്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കാഴ്ച കാണാം. എന്താ അപ്പം നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ പില്ലറൊക്കെ പൊന്തി. പിന്നെ പില്ലറിൻ്റെ ടോപ്പ് കോൺക്രീറ്റ് ചെയ്യുന്ന വർക്കാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യും. അതിൻ്റെ റിങ്ങൊക്കെ വളച്ച് വെച്ചിരിക്കുകയാണ്. ഇതിലൊക്കെ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞൊരു പ്രദേശമായിരുന്നു. അപ്പം മൂരാട് പാലം പോലെ ഓർമ്മയിലേക്ക് മായാൻ വേണ്ടി പോവാണ് നമ്മൾ ഈ കോരപ്പുഴ പാലവും. മൂരാട് പഴയ പാലത്തിൻ്റെ അത്ര പഴക്കമില്ല, എന്നിരുന്നാലും കണ്ട ഇവിടെയൊക്കെ വർക്ക് നല്ല രീതിയിൽ പുരോഗമിക്കുകയാണ്. ഇതിൻ്റെ മുകളിൽ പില്ലറിൻ്റെ മുകളിൽ ഗേഡർ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള വർക്കാണ് ബാക്കിയുള്ളത്.